ഹായ് ഡിയേഴ്സ്, രാവിലെ എഴുന്നേറ്റ് എന്താ കറി വയ്ക്കുന്നതെന്ന് എല്ലാ വീട്ടമ്മമാർക്കുള്ളൊരു സംശയമല്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഒരു പടുകൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. പടുവല്ല കേട്ടോ, പടുവാണെങ്കിൽ കുറച്ച് ചേമ്പും വിത്തും കുറച്ച് എന്താണ് വാഴയ്ക്കൊക്കെ വേണ്ടിയിരുന്നു. പക്ഷേ എല്ലാം ഇല്ല. എങ്കിലും പപ്പായ, ചക്കക്കുരു, തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് ഒരു ചെറിയ കറി കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ഫ്രഷ്നെസ്സോടെ ഇരിക്കണമെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കണം. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ, ഇച്ചിരി ഫ്രഷ് എയർ കയറണ്ടേ. അങ്ങനെ ചായയൊക്കെ എടുത്തു. ലൈറ്റ് മധുരം ഇട്ടിട്ട് ഒരു ചായ കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതാണ്ടോ നമ്മുടെ ജീവൻ ടോട്ട്. അങ്ങനെ നമ്മുടെ പപ്പായ, ചക്കക്കുരു, തക്കാളിയൊക്കെ കൂടിയിട്ട് ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് അരച്ചാണ് വെക്കുന്നത്. അപ്പം നമ്മുടെ കാന്താരി മരത്തിൽ നിന്ന് കാന്താരി അരച്ചു, തേങ്ങ അരച്ച്, ചെറിയ ഉള്ളിയൊക്കെ കൂടി ഒന്ന് അരച്ചു. അപ്പോഴത്തേക്കും ചോറുതാവ് എന്ത് റെഡിയായി വരുന്നുണ്ട്. പിന്നെ രാവിലെ പുട്ടായിരുന്നു കേട്ടോ. പുട്ടിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയൊക്കെ വാരിയിട്ടു, കുറച്ച് തേങ്ങയൊക്കെ ഏറെ ചേർത്തിട്ട് ഒരു പുട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പടുകൂട്ടാനല്ല കേട്ടോ, കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു, പപ്പായൊക്കെ കൂടിയിട്ടൊരു കറി. അപ്പം പിന്നെ തലേ ദിവസം മീൻ കൊണ്ടുവന്നിരുന്നു വത്തല. അത് കുറച്ച് ഞാൻ പൊരിച്ചിരുന്നു രാത്രി. പിന്നെ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ, ഫ്രിഡ്ജിലായിരുന്നു. അതെടുത്ത് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അത് അരച്ച് വെച്ചിരുന്നായിരുന്നു. അതും ചേർത്ത് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. പക്ഷേ ഇതുകൊണ്ട് ഇന്ന് കഴിച്ചു കൂട്ടാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ പദ്ധതി എല്ലാം പാളി. അത് രാവിലെ തന്നെ തീർന്നു കേട്ടോ. മോനത് കൂട്ടി. മോന് പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചോറൊക്കെ ചൂടോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ തെർമൽ കുക്കറിലെടുത്ത് നല്ലോണം അടച്ചവിടെ വയ്ക്കും കേട്ടോ. വൈകുന്നേരം വരെ ചോറിന് ചൂട് റെഡി കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു പേപ്പർ കൂടി ഇട്ട് വയ്ക്കുവേ. അപ്പോൾ ചോറിന് ചൂട് ഒരിക്കലും ആറത്തില്ലേ. അങ്ങനെ നമ്മുടെ കൂട്ടാനിലേക്ക് വേണ്ട കടുവൊക്കെ വറുത്തു. എന്താ കൂട്ടാൻ നമ്മളിവിടെ ചിന്തിച്ചിരിക്കില്ല. കൈ കിട്ടുന്ന എന്തും രാവിലെ ഒരു കൂട്ടാനുണ്ടാകും കേട്ടോ. അങ്ങനെ നമ്മുടെ നെത്തോലി മീൻ, പത്തൽ മീൻ അതൊക്കെ ഒന്ന് പൊരിച്ചും വെച്ചു. അതൊക്കെ കഴിഞ്ഞ് പണി തീർന്നു. ചായയൊക്കെ കുടിച്ചൊരു ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പത്തൽ മീൻ ടേസ്റ്റ് കാരണം, പൊരിച്ച ടേസ്റ്റ് കാരണം വേഗം തീർന്നു പോയി കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ ഇനിയും പോയി കുറച്ച് മീൻ കൂടി മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നേരെ പോയി കേട്ടോ മീൻ മേടിക്കാൻ. അതിലേക്ക് ഞാൻ വേണ്ടുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയുള്ളി, തക്കാളി ഒക്കെ ഒന്നിട്ട് വഴറ്റി നല്ലോണം വഴന്ന് കൊഴുത്ത് വരണം കേട്ടോ. അപ്പോഴത്തേക്ക് മുളക് പൊടിയിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ നല്ലോണം ചൂടാക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന തേങ്ങാപ്പാലാട്ടോ. അപ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. കൊണ്ടുവന്ന മീൻ എന്താണെന്ന് സീഡിമീൻ ആരെങ്കിലും കറി വയ്ക്കുമോ? പക്ഷെ ഞാൻ കറി വയ്ക്കും കേട്ടോ. സീഡിമീൻ നല്ലപോലെ കറി വെച്ചു. നല്ല ടേസ്റ്റ് കറി കേട്ടോ. കുടംപുളി ഇട്ട് കൊടുത്തു. അപ്പോൾ കറിക്ക് ഒന്നുകൂടി രുചിയായി. അങ്ങനെ മീൻ കറി റെഡി. ടാറ്റ ബൈ ബൈ, സി യു.